ഭൂമിയാകെ ഒരു തീച്ചൂളയായി മാറിയതുപോലെയുള്ള അസഹനീയമായ അനുഭവമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ജനങ്ങൾ നേരിടുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ പകൽ സമയങ്ങളും ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യങ്ങളും വിയർത്ത് കുളിക്കുന്ന രാത്രികളും മലയാളിയുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഫാനുകൾക്കും എയർ കണ്ടീഷനുകൾക്കും പോലും ആശ്വാസം നൽകാൻ കഴിയാത്തത്ര തീവ്രമാണ് ഈ വർഷത്തെ വേനൽ ചൂട്. വരണ്ടുണങ്ങിയ നദികളും വറ്റിത്തുടങ്ങിയ കിണറുകളും കരിഞ്ഞുണങ്ങുന്ന കാർഷിക വിളകളും കേരളത്തിൻ്റെ സാമൂഹിക മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതീക്ഷയറ്റ ഈ ചുട്ടുപൊള്ളുന്ന ദിനങ്ങളിലേക്ക് കുളിർമഴയുടെ ഒരു വലിയ ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഇടവപ്പാതി സാധാരണ നിലയിലും നേരത്തെ കേരള തീരം തൊടുമെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു നാട് മുഴുവൻ ആകാശത്തേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഈ മഴക്കാലം വെറുമൊരു കാലാവസ്ഥാ മാറ്റം മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കൂടി പ്രതീക്ഷയാണ്. ജൂൺ മാസം 1-ാം തീയതിയോടെയാണ് സാധാരണഗതിയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ എത്തിച്ചേരാറുള്ളത്. എന്നാൽ ഇത്തവണ അന്തരീക്ഷത്തിലും സമുദ്ര ഉപരിതലത്തിലും അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ മെയ് മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ തന്നെ കാലവർഷം കേരളത്തിൽ പ്രവേശിക്കാനുള്ള ശക്തമായ സാധ്യതകളാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡമാൻ കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെടുന്ന കാറ്റിൻ്റെ ഗതിയും മേഘങ്ങളുടെ സഞ്ചാരവും മൺസൂണിൻ്റെ വേഗത്തിലുള്ള വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. വേനൽ മഴ പോലും വേണ്ടത്ര ലഭിക്കാതെ ദാഹിച്ചു വലഞ്ഞ ഒരു സംസ്ഥാനത്തിന് മൺസൂണിൻ്റെ ഈ നേരത്തെയുള്ള വരവ് നൽകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. കാലാവസ്ഥാ പ്രവചനങ്ങളിലെ ഈ മാറ്റം കേവലം യാദൃശ്ചികമല്ല, മറിച്ച് ആഗോളതലത്തിൽ നടക്കുന്ന ചില സമുദ്ര അന്തരീക്ഷ പ്രതിഭാസങ്ങളുടെ അനന്തരഫലമാണ്. മൺസൂൺ നേരത്തെ എത്താനും ഇത്തവണ മികച്ച മഴ ലഭിക്കാനും കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയ ഘടകം എൽ നീനോ പ്രതിഭാസത്തിൻ്റെ തിരോധാനമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യൻ മൺസൂണിൻ്റെ താളം തെറ്റിച്ചതിൽ എൽ നീനോ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ശാന്തസമുദ്രത്തിൻ്റെ മധ്യ കിഴക്കൻ ഭാഗങ്ങളിൽ സമുദ്രജലത്തിൻ്റെ താപനില ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസമാണ് എൽ നീനോ. ഇത് ആഗോളതലത്തിൽ തന്നെ കാറ്റിൻ്റെ ഗതിയെയും മഴയുടെ വിതരണത്തെയും തകിടം മറിക്കുന്നു. എൽ നീനോ സജീവമാകുന്ന വർഷങ്ങളിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, മഴയുടെ അളവ് ഗണ്യമായി കുറയുകയും വേനൽ ചൂട് അത്യധികം വർദ്ധിക്കുകയും ചെയ്യാറാണ് പതിവ്. എന്നാൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തോടെ എൽ നീനോ ദുർബലമാകാൻ തുടങ്ങുകയും പസഫിക് സമുദ്രം സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നതാണ് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര കാലാവസ്ഥാ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, എൽ നീനോയുടെ വിപരീത പ്രതിഭാസമായ ലാനീനോ രൂപപ്പെടാനുള്ള അനുകൂല സാഹചര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. സമുദ്രജലം തണുക്കുന്ന പ്രതിഭാസമായ ലാനീനോ ഇന്ത്യൻ മൺസൂണിന് എക്കാലത്തും അനുകൂലമാണ്. ഇതിൻ്റെ ഫലമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് കൂടുതൽ കരുത്തോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശിയടിക്കാനും അത് കേരളത്തിൽ സമൃദ്ധമായ മഴയായി പെയ്തിറങ്ങുകയും ചെയ്യും. നേരത്തെ എത്തുന്ന കാലവർഷം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും ദൈനംദിന ജീവിതത്തിലും ഉണ്ടാക്കുന്ന ഗുണപരമായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒന്നാമതായി, സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ഇതൊരു ശാശ്വത പരിഹാരമാകും. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വരണ്ടുണങ്ങിയ കിണറുകളിലും ജലാശയങ്ങളിലും വീണ്ടും ജലം നിറയും. ഭൂഗർഭ ജലവിധാനം അപകടകരമാം വിധം താഴോട്ട് പോയ സാഹചര്യത്തിൽ നിന്നും നാടിനെ സംരക്ഷിക്കാൻ ഈ മഴയ്ക്ക് കഴിയും. രണ്ടാമതായി, കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഇതൊരു പുനരുജ്ജീവനമായിരിക്കും. റബ്ബർ, ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ നാണ്യവിളകൾ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങുന്ന കാഴ്ചയാണ് നാം ഇതുവരെ കണ്ടത്. നെൽകർഷകരുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. കൃത്യസമയത്ത് അല്ലെങ്കിൽ അതിലും അല്പം നേരത്തെ ലഭിക്കുന്ന മഴ കാർഷിക കലണ്ടറിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും മെച്ചപ്പെട്ട വിളവ് ലഭിക്കാനും കർഷകരെ സഹായിക്കും. മണ്ണിലെ ചൂടാറി വിത്തുകൾ മുളയ്ക്കാനും ചെടികൾ തഴച്ചു വളരാനും ഈ മഴ അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല വൈദ്യുതി ഉൽപ്പാദനമാണ്. കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളെയാണ്. വേനൽ കടുത്തതോടെ ഇടുക്കി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് ആശങ്കാജനകമായ രീതിയിൽ താഴേക്ക് പോയിരുന്നു. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡുകൾ ഭേദിച്ചതോടെ പുറത്തുനിന്നും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് KSEB പ്രതിസന്ധി പരിഹരിച്ചിരുന്നത്. മൺസൂൺ നേരത്തെ എത്തുന്നതോടെ അണക്കെട്ടുകളിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്യും. ഇത് വരാനിരിക്കുന്ന മാസങ്ങളിലെ വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതാക്കാനും അതുപോലെ ലോഡ് ഷെഡിംഗ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകാതിരിക്കാനും സർക്കാരിനെ സഹായിക്കും. അതിലുപരി അസഹനീയമായ ചൂട് കാരണം വർദ്ധിച്ചു വരുന്ന സൂര്യാഘാതം, നിർജ്ജലീകരണം, മറ്റ് ഉഷ്ണകാല രോഗങ്ങൾ എന്നിവയിൽ നിന്നും ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും. എങ്കിലും കാലവർഷത്തിന്റെ വരവിനെ കേവലം റൊമാൻറ്റിക്കായി മാത്രം കണ്ടാൽ പോരാ എന്നതും യാഥാർത്ഥ്യമാണ്. പ്രതീക്ഷയുടെ കുളിർമഴയോടൊപ്പം തന്നെ വലിയ അപകടങ്ങളും ഈ മഴക്കാലം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. സമീപകാല കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പശ്ചാത്തലത്തിൽ മഴയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴയ്ക്ക് പകരം കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായി പെയ്തിറങ്ങുന്ന തീവ്ര മഴയാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്.
മൺസൂണിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത്തരം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇടിയോടും മിന്നലോടും കൂടിയുള്ള ശക്തമായ കാറ്റും മഴയും ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം. ദീർഘനാളത്തെ വേനലിന് ശേഷം പെട്ടെന്ന് പെയ്യുന്ന കനത്ത മഴ ഭൂമിയുടെ ഘടനയെ പെട്ടെന്ന് അസ്ഥിരപ്പെടുത്തിയേക്കാം. ഇത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ മലയോര ജില്ലകളിൽ താമസിക്കുന്നവർ അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നഗരപ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കെട്ടുകളാകും പ്രധാന വെല്ലുവിളി ഉണ്ടാവുക. കൊച്ചി, തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓടകളും കനാലുകളും വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ പെയ്യുന്ന മഴ തന്നെ ജനജീവിതം സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാക്കും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീഴാനുമുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് മുൻകരുതൽ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. പൊതുജനങ്ങളും തങ്ങളുടെ ചുറ്റുപാടുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് മഴക്കാലം എന്നതിനാൽ കൊതുകുകൾ പെരുകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും കർശനമായി പാലിക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ ഇത്തവണത്തെ നേരത്തെയുള്ള കാലവർഷം വരൾച്ചയുടെ വക്കിലെത്തിയ കേരളത്തിന് പ്രകൃതി നൽകുന്ന ഒരു വരദാനമാണ്. എൽ നീനോയുടെ പിന്മാറ്റവും ലാനിനോയുടെ വരവും സൃഷ്ടിക്കുന്ന ഈ അനുകൂല സാഹചര്യം നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും പുനരുജ്ജീവിപ്പിക്കും. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് മഴ നൽകുന്ന അനുഗ്രഹങ്ങളെയും അത് വരുത്തിവെച്ചേക്കാവുന്ന ആഘാതങ്ങളെയും ഒരുപോലെ നേരിടാൻ നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. പെയ്യുന്ന ഓരോ തുള്ളി വെള്ളവും കടലിലേക്ക് ഒഴുക്കിക്കളയാതെ ഭൂമിയിലേക്ക് ഇറക്കാൻ കഴിയുന്ന മഴവെള്ള സംവരണ സംവിധാനങ്ങൾ ഓരോ വീടുകളിലും സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വേനൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഴയെ വരവേൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടിയും നാം തിരിച്ചറിയണം. വരും തലമുറയ്ക്കും ഇതുപോലെ കുളിർമഴ ആസ്വദിക്കാനും ശുദ്ധജലം കുടിക്കാനും കഴിയണമെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാനുള്ള ഒരു വികസന സംസ്കാരം നാം രൂപപ്പെടുത്തിയെടുത്തേ തീരൂ. വരും നാളുകളിൽ ആകാശത്ത് ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ കേവലം മഴയുടെ മാത്രമല്ല, അതിജീവനത്തിൻ്റെയും ജാഗ്രതയുടെയും സന്ദേശം കൂടിയാണ് നമുക്ക് നൽകുന്നത്. സുരക്ഷിതമായും സന്തോഷത്തോടെയും ഈ മൺസൂൺ കാലത്തെ നമുക്ക് വരവേൽക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.